ഹായ് ഓൾ, വെൽക്കം ടു ജോ മൂവി വേൾഡ്. ഹൃദയപൂർവ്വം സിനിമ കണ്ടു. മൂന്ന് തരത്തിൽ ഈ പടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എ ഗുഡ് ഫാമിലി മൂവി, എ ഗുഡ് സത്യനന്ദിക്കാട് മൂവി, എ ഗുഡ് ലാലേട്ടൻ മൂവി. സത്യനന്ദിക്കാടിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് പടമായ ഹൃദയപൂർവ്വം. സ്ക്രീൻ പ്ലേ സോനു ടി പി ആണ്. കഥ അഖിൽ സത്യനാണ്. പടം ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല ഫാമിലി പടം. അതായത് സത്യനന്ദിക്കാട് ലാലേട്ടനും കോംബോ എപ്പോഴും വരുമ്പോൾ അതൊരു പ്രത്യേക കോംബോയാണ്. അത് കണ്ടിരിക്കാൻ തന്നെ രസമാണ്. അവരുടെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തമാശകളും ഇമോഷൻസ് കൈകാര്യം ചെയ്യുന്ന രീതിയും കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലാണ് എപ്പോഴും വരാറ്. അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എൻട്രിയാണ് ഹൃദയപൂർവ്വം. ഹൃദയപൂർവ്വത്തിലുള്ള മെയിൻ ആൾക്കാർ മാളവിക മോഹനൻ, സംഗീത് പ്രതാപ്, സംഗീത, പിന്നെ ലാലക്സ്, സിദ്ദിഖ്, അങ്ങനെ ആൾക്കാരൊക്കെയാണ് ഇതിൽ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരണത്. ഇതിന്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത്, ഇതിൽ ഓവറായിട്ട് ഇവരൊന്നും തന്നെ പറയുന്നില്ല. ഭയങ്കര സംഭവങ്ങളും ഇല്ല, എന്താ പറഞ്ഞ മോശമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതായത് ഒരു ഒഴുക്കില് നമ്മളിങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ ആ ഒരു സ്മൂത്തായിട്ട് പോവാന്ന് പറയില്ലേ, അതാണ് ഒരു പടം. ലാലേട്ടന്റെ ഒരു ചാർമിങ് സൈഡ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഒപ്പം ലാലേട്ടന്റെ കോംബോ ഒന്നും കൂടി രസാക്കാൻ വേണ്ടിയിട്ട് യങ് ആയിട്ടുള്ള സംഗീത് പ്രതാപ്, ഇവർ രണ്ടുപേരും കോംബോ നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല. ആ ഫ്രഷ്നെസ് ഇതിലുണ്ട്. അതൊരു പടത്തിന്റെ ത്രൂ ഔട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അവരെ കോംബോ. അവർ സീൻ വരുമ്പോഴാണ് അത് സീൻ കുറച്ച് ആ ഒരു മൊത്തത്തിൽ ആ വൈബ് നന്നായിട്ട് വരണത് ഈ മറ്റേ സംഗീതിന്റെയും ലാലേട്ടന്റെയും കോംബോ വരുമ്പോഴാണ്. അപ്പൊ അത് കണ്ടിരിക്കാൻ മാത്രം ഉണ്ട്. പിന്നെ സിദ്ദിഖ് അറിയാലോ, ആസ് യൂഷ്വൽ സിദ്ദിഖിനെ സംബന്ധിച്ചിടത്തോളം ഇത് സിമ്പിൾ റോളാണ്, പക്ഷെ അത് വളരെ എഫക്റ്റീവായിട്ട് ചെയ്തിട്ടുണ്ട്. മാളവിക മോഹനെ കുറിച്ച് പറയുമ്പോൾ ഈ റോള് കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ കയ്യിൽ നിന്ന് പോകാൻ പറ്റുന്ന റോളായിരുന്നു. അത് കുഴപ്പമില്ലാത്ത രീതിയിൽ അവള് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നീറ്റാണ്. സംഗീതയുടെ റോളും സിമ്പിളാണ്, പക്ഷെ അത് കുഴപ്പമില്ല, അവളും അത് അത്യാവശ്യം മോശമാക്കാണ്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് കഥാപാത്രങ്ങൾക്കും ഇതിൽ വരുന്ന ആളുകൾക്കും ഒക്കെ ഒരു എല്ലാ സമയത്തും ഒരു ലൈറ്റ് കോമഡി മൂഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പടം പോണത്. ഒരു തരത്തിലും ഓവറായിട്ട് സീരിയസിലേക്ക് പോവുകയോ തമാശയ്ക്ക് വേണ്ടിയിട്ട് മാത്രം കാണിക്കുകയോ അങ്ങനൊന്നുമില്ല. ഇതൊരു ഓളത്തില് തമാശയും സീരിയസ്നെസ്സും പെർഫെക്റ്റ് ബ്ലെൻഡ് ചെയ്തിട്ട് നമുക്ക് എൻജോയബിൾ ആയിട്ട് പടം മൊത്തത്തിൽ അങ്ങോട്ട് പോകും. പിന്നെ ഇതിന് മ്യൂസിക് കൈകാര്യം ചെയ്തേക്കുന്നത് ജസ്റ്റിൻ പ്രഭാകരാണ്. അത് പറയുകയാണെങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ പടങ്ങൾക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ തരിപ്പ് വരണ മ്യൂസിക്കോ BGM ഒന്നും ആവശ്യമില്ല. ആ ഒരു സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്, സൂത്തിങ് ആയിട്ടുള്ള BGM, അതാണ് ഇതിന് പല സിറ്റുവേഷൻസിനും വേണ്ടത്. അത് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ടെക്നിക്കൽ സൈഡൊക്കെ ഓക്കെയാണ്, നീറ്റായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഇതിലൊരു എഡിറ്റിംഗ് 2.5 മണിക്കൂർ പടം നമ്മൾ എൻഗേജ് ചെയ്ത് ഇരുത്തേണ്ട കാര്യം എന്ന് പറയുന്നത് എഡിറ്ററിന്റെ ഒരു കഴിവാണ്. അതും കുഴപ്പമില്ലാത്ത രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഇതുവരെ കേൾക്കാത്തൊരു കഥയൊന്നുമല്ല. ഒരു ഹൃദയം മാറ്റി വെച്ചു. ആ ഹൃദയം മാറ്റി വെച്ച ആളുടെ ഫാമിലിയും, ഹൃദയം മാറ്റി വെച്ച ലാലേട്ടനും ഹൃദയം മാറ്റി വെച്ച ആളുടെ ഫാമിലിയാണ് ഈ സംഗീത് മാളവിക മോഹന്റെയും. അപ്പോൾ അത് അവരുടെ ഉണ്ടാകുന്ന കുറച്ച് നർമ്മപരപ്പെട്ട വിഷയങ്ങളൊക്കെയാണ് പടം മൊത്തത്തിൽ കൈകാര്യം ചെയ്യണത്. ഓവറായിട്ടുള്ള ഒന്നും തന്നെ ഇതിലില്ല, മോശമായിട്ടുള്ള കാര്യങ്ങളും ഇല്ല. അതിന്റെ ഇടയിൽ നിൽക്കുന്ന ഒരു നീറ്റായിട്ട് കൊണ്ടുപോകുന്ന ഒരു ഫാമിലി ഡ്രാമ. ആ തുടക്കത്തിൽ പറഞ്ഞ പോലെ എ ഗുഡ് ഫാമിലി ഡ്രാമ, എ ഗുഡ് സത്യനന്ദിക്കാട് മൂവി, എ ഗുഡ് ലാലേട്ടൻ ഫാമിലി മൂവി. അപ്പൊ ഈ ഓണക്കാലത്ത് ഈ കോംബോ ധാരാളമാണ് ഫാമിലീസിന് തിയേറ്റർ പോയിട്ട് കാണും. ഫാമിലീസ് മാത്രമല്ല, ലാലേട്ടനും സത്യനന്ദിക്കാടിനും ഇഷ്ടപ്പെടുന്ന ആർക്ക് വേണമെങ്കിലും തിയേറ്ററിൽ പോകാൻ പടം എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. എനിക്ക് പേഴ്സണലി പടം ഇഷ്ടപ്പെട്ടു. അപ്പൊ നിങ്ങൾക്ക് പടം പോയി തിയേറ്ററിൽ പോയി കാണുക. അപ്പൊ ഈ ഓണക്കാലത്ത് നല്ലൊരു ഫാമിലി പടം നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്റെ കമന്റ് സെക്ഷനിൽ പങ്കുവയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, കമന്റ് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക.